സബ്മിഷൻ ശ്രീ എം രാജഗോപാലൻ, ബഹുമാനപ്പെട്ട ജലം വകുപ്പ് മന്ത്രി. സർ, തൃക്കരിപ്പൂർ പയ്യന്നൂർ മണ്ഡലങ്ങളെയും അതുവഴി കാസർഗോഡ് കണ്ണൂർ ജില്ലകളെയും ബന്ധിപ്പിക്കുന്ന ഉളിയങ്കടവിൽ റെഗുലേറ്റർ കം ബ്രിഡ്ജ് സ്ഥാപിക്കണമെന്ന ആവശ്യത്തിന് പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട് സർ. ചരിത്ര പ്രാധാന്യമുള്ള ഇടമാണ് സർ ഇത്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ ഉജ്ജ്വല അധ്യായമായിരുന്ന മഹാത്മജിയുടെ നേതൃത്വത്തിൽ നടന്ന ഉപ്പുകൂർക്കൽ സമരം ഉളിയൻകടവ് ഒരു സമരകേന്ദ്രമായിരുന്നു. സ്വാതന്ത്ര്യ സമര സ്മൃതികളിരമ്പുന്ന ഉപ്പു സത്യാഗ്രഹ സ്മൃതി മണ്ഡപം ഇവിടെ സ്ഥിതി ചെയ്യുന്നു. സാർ, ഈ പദ്ധതി നടപ്പിലാക്കിയാൽ ഉണ്ടാകുന്ന നേട്ടങ്ങൾ വളരെ പ്രധാനമാണ് സർ. ഒന്ന്, ഇരുകരകളിലും റോഡുകളുണ്ട്. പാലം നിർമ്മിച്ചാൽ കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂരുമായും കാസർഗോഡ് ജില്ലയിലെ തൃക്കരിപ്പൂർ പഞ്ചായത്തുമായി ബന്ധിപ്പിക്കാൻ കഴിയും. രണ്ട്, നദിയുടെ വലതുകരയിൽ താമസിക്കുന്ന പൊതുജനങ്ങൾക്ക് തൊട്ടടുത്ത പയ്യന്നൂർ ടൗണിൽ സ്ഥിതി ചെയ്യുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, മറ്റ് സർക്കാർ സ്ഥാപനങ്ങൾ, ആശുപത്രികൾ എന്നിവിടങ്ങളിലേക്ക് 5 കിലോമീറ്റർ ദൂരം ലാഭിക്കാൻ കഴിയും. മൂന്ന്, പദ്ധതി പ്രാവർത്തികമായാൽ ഏകദേശം 800 ഹെക്ടറോളം കൃഷിസ്ഥലത്ത് ഉൾപ്പെടുന്ന തെങ്ങ്, കവുങ്ങ്, നെല്ല്, പച്ചക്കറികൾ തുടങ്ങിയ കാർഷിക വിളകൾക്ക് ജലസേചനത്തിന് ഉപകാരപ്രദമാകും. സാർ, ഈ പ്രദേശത്ത് ഉപ്പുവെള്ളം കയറുന്നത് തടയാൻ സാധിച്ചാൽ ആ പ്രദേശത്തെ ജനങ്ങൾക്ക്, ഒരു മുനിസിപ്പാലിറ്റി 4 പഞ്ചായത്തുകളിലും ഉൾപ്പെട്ട ജനതയ്ക്ക് വേനൽക്കാലത്ത് കുടിവെള്ളക്ഷാമം മൂലം ഉപ്പുവെള്ളം പുഴയുടെ കൃഷിയുടെ. സാർ, ഈ പദ്ധതിക്ക് വേണ്ടി 85.40 കോടി DPR തയ്യാറായിട്ടുണ്ട്. പദ്ധതി നടപ്പിലാക്കാൻ ആവശ്യമായ അടിയന്തര നടപടികൾ സ്വീകരിക്കണം സാർ. നബാർഡ് വഴിയോ മറ്റ് സാമ്പത്തിക ഏജൻസികൾ വഴിയോ അല്ലെങ്കിൽ ബജറ്റ് ഫണ്ട് വഴിയോ ഈ വർഷം തന്നെ പദ്ധതിക്ക് ഭരണാനുമതി നൽകാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് വിനയപൂർവ്വം ഈ സബ്മിഷനിലൂടെ അഭ്യർത്ഥിച്ചു സാർ. ടൂറിസം സാധ്യതകൾ ബഹുമാനപ്പെട്ട മിനിസ്റ്റർ ഉത്തരം ടേബിൾ ചെയ്താൽ മതി.